قال عبد الله رضي الله تعالى ബഹുമാനപ്പെട്ട അബ്ദുല്ലാ റളിയല്ലാഹു തആല പറയുകയാണ്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഹ്കി നബിയ്യം മിനൽ അംബിയ, അംബിയാക്കളിൽപ്പെട്ട ഒരു പ്രവാചകന്റെ അനുഭവം നബിതങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ചു. ആ അനുഭവം അന്ന് പ്രവാചകൻ പറഞ്ഞത് ഞാൻ ഇപ്പോഴും നബിയെ നോക്കിക്കാണുന്നത് പോലെ ഞാൻ ഓർക്കുകയാണ്. എന്താണ് ആ മുൻഗാമികളിൽപ്പെട്ട പ്രവാചകനുണ്ടായ അനുഭവം? വറബഹു ഖൗമുഹു ഫഅദ്മൗ, അവർ ആ പ്രവാചകനെ അടിച്ച് ചോരയൊലിപ്പിച്ചു, ആ പ്രവാചകനെ ഉപദ്രവിച്ച് ചോരയൊലിപ്പിച്ചു. വഹുവ യംസഹു ദമ അൻ വജ്ഹിഹി, അദ്ദേഹം തന്റെ കൈകൾ കൊണ്ട് ആ ചോര തുടച്ചു കളയുന്നു. തുടച്ചു കളയുക മാത്രമല്ല, വയഖൂൽ, ആ സമയത്ത് ആ പ്രവാചകൻ പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ, അല്ലാഹുവേ എൻ്റെ സമൂഹത്തിന്, എൻ്റെ ജനതയ്ക്ക് നീ പുറത്തു കൊടുക്കണമേ, അവർ അറിവില്ലാത്തവരാണ്, വിവരമില്ലാത്തവരാണ് എന്ന് ആ പ്രവാചകൻ പറയുകയും ചെയ്തു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സംഭവം ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തആല അലൈഹി തന്റെ സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഈ ചരിത്രത്തിൽ നിന്ന് നാം പഠിക്കേണ്ട പാഠം, ഒന്നാമത്തെ പാഠം ക്ഷമയുടെ മഹത്വമാണ്, അതിൻ്റെ ശ്രേഷ്ഠതയാണ്. ഒരാൾക്ക് ക്ഷമയുണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ ഭീരുവാണെന്നോ അല്ലെങ്കിൽ നിന്ദ്യനാണെന്നോ പേടിത്തൊണ്ടനാണെന്നോ അല്ല അർത്ഥം. മറിച്ച് ഒരാൾക്ക് ക്ഷമയുണ്ടെന്ന് പറഞ്ഞാൽ അയാൾ കുലീനനാണ്, ധീരനാണ്, മഹത്വമുള്ളവനാണ്. കാരണം ഈ ഒരു സ്വഭാവം പ്രവാചകന്മാരുടെ സ്വഭാവമാണ്. എല്ലാ പ്രവാചകന്മാരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവമായിരുന്നു ക്ഷമ. അപ്പൊ അതൊരു നിസ്സാരമായ ഒരു ഗുണമല്ല, അതുള്ളയാൾ രക്ഷപ്പെടുമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ പാഠം, ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുള്ളത് പ്രവാചകന്മാരാണ്. ഒന്നാമത് പ്രവാചകന്മാരാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുസ്അബ് ബിൻ റളിയല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ പിതാവ് പറഞ്ഞതായിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരിക്കൽ നബിയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അയ്യുന്നാസി അശദ്ദു ബലാഅൻ, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങളെ അഭിമുഖീകരിച്ചിട്ടുള്ളത് ആരാണ് നബിയെ? അവൻ നബി തങ്ങൾ പറഞ്ഞു, അൽ അംബിയാ, അംബിയാക്കളാണ്, പ്രവാചകന്മാരാണ്. സുമ്മൽ അംസൽ, പിന്നീട് ആ പ്രവാചകന്മാരെ പോലെയുള്ളവരാണ്. ഫൽ അംസൽ, പിന്നീട് അവരെ പോലെയുള്ളവരാണ്. അതായത് അംബിയാക്കൾ, സ്വഹാബാക്കൾ, ഔലിയാക്കൾ, ഇങ്ങനെയുള്ള ആ ക്രമത്തിനനുസരിച്ചാണ് പരീക്ഷണങ്ങൾ നേരിട്ട ആളുകൾ. ഇതെന്തുകൊണ്ടാണ് ഇവർ ഇത്രയും പരീക്ഷണങ്ങളെ നേരിടാനുള്ള കാരണം? ഫയുബത്തല റജുലു അലാ ഹസബി ദീനി, ഓരോരുത്തരെയും പരീക്ഷിക്കപ്പെടുന്നത് അവരുടെ ദീനിന്റെ അളവനുസരിച്ചാണ്. ഒരാളുടെ ദീനിയായ കാഴ്ചപ്പാടും ജീവിതവുമെല്ലാം അത് ശക്തമാണെങ്കിൽ അവൻ നേരിടുന്ന പരീക്ഷണവും അതിശക്തമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് പരീക്ഷണം നമുക്ക് വന്നിട്ടില്ല. അതിന്റെ അർത്ഥം നമ്മുടെ ഈമാൻ ചൊവ്വല്ല, അത് തന്നെയാണ്. അപ്പൊ ഈമാൻ ശക്തമാണെങ്കിൽ, ഗസയിലെ ആളുകൾ നമ്മൾ കാണുന്നില്ലേ, അവരുടെ ഈമാൻ അല്ലെങ്കിൽ അവരുടെ മുൻഗാമികളുടെ ഈമാൻ അതിശക്തമായിരുന്നു. അതുകൊണ്ടാണ് കഠിനമായ പരീക്ഷണം അവർക്ക് നേരിടേണ്ടി വരുന്നത്. അതേസമയം ഒരാളുടെ ദീനിൽ റിഖത്തുണ്ടെങ്കിൽ, ഒരാളുടെ ദീൻ ദുർബലമാണെങ്കിൽ, ഇബ്തുലിയാല ഹസബി ദീനി, അത്രയും കുറച്ചു പരീക്ഷണമേ അവനുണ്ടാവുകയുള്ളൂ. അപ്പൊ ദീനിന്റെ അളവ് കുറയുന്നതിന് പരീക്ഷണ വിധേയനായി അവസാനം അവന്റെ മേൽ യാതൊരു പാപവുമില്ലാത്തവനായി
പരിശുദ്ധനായി അവൻ മാറുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ പരീക്ഷണങ്ങൾ. അപ്പൊ എത്ര അളവില് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നോ അത്രയും നമ്മുടെ പാപങ്ങൾ അല്ലാഹു തആല അതിലൂടെ പുറത്തു തരികയാണ്. എന്നിട്ട് നബിയുടെ അടുക്കലേക്ക് ബഹുമാനപ്പെട്ട ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു തആല അദ്ദേഹം വന്നിട്ട് പറഞ്ഞ, അള്ളാഹിന്റെ റസൂലെ, ഞങ്ങളുടെ ജീവിതത്തിൽ കഠിനമായ പരീക്ഷണങ്ങളാണ്. സഹാബാക്കളുടെ ആദ്യ കാലഘട്ടത്തിൽ വല്ലാത്ത പരീക്ഷണം നേരിട്ടപ്പോ നബിയുടെ അടുക്കലേക്ക് സ്വഹാബാക്കൾ പരാതി പറയുന്നതിന് വേണ്ടി വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയുടെ തണലിൽ ഒരു തലയിണയിൽ തല വെച്ചുകൊണ്ട് പ്രവാചകൻ ചാരിക്കിടക്കുകയായിരുന്നു. ആ സമയത്ത് സഹാബാക്കൾ വന്നിട്ട് ചോദിച്ചു, നബിയെ, അലാ തൻതസിറു ലനാ അലാ തദ്ഉല്ലാഹ ലനാ, താങ്കൾ എന്താണ് അള്ളാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാത്തത് നബിയെ? അള്ളാഹുവിനോട് എന്തുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി സഹായം ചോദിക്കുന്നില്ല? സഹാബാക്കളുടെ ആദ്യകാലമാണ്. നബി ഇങ്ങനെ കൂളായിട്ട് കിടക്കുന്നു. സഹാബത്ത് വന്നിട്ട് നബിയോട് പരാതി പറയുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻഗാമികളുടെ ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ് അവർക്ക്. നിങ്ങളുടെ മുൻഗാമികളിൽപ്പെട്ട വിശ്വാസിയായ ഒരാളെ ഒരു കുഴി കുഴിച്ചിട്ട് ആ കുഴിയിലേക്ക് ശത്രു ഇറക്കി വെച്ചിട്ട് ഒരു ഈർച്ചവാള് കൊണ്ടുവരും. എന്നിട്ട് ഈർച്ചവാൾ തലയുടെ മൂർധാവിൽ വെച്ച് ആ മനുഷ്യനെ 2 കഷ്ണമാക്കി പിളർക്കും. ഇതാണ് നിങ്ങളുടെ മുൻഗാമികൾ നേരിട്ട പരീക്ഷണം. പക്ഷേ വമായസുദ്ദുഹുദാലിക്കാൻ ദീനി, എന്നിട്ട് പോലും അവരവരുടെ ദീനിൽ നിന്ന് പുറത്തു പോയില്ല, ഇസ്ലാമിൽ തന്നെ അടിയുറച്ചു നിന്നു. വേറെ ചില ആളുകൾ അവരെ ശത്രുക്കൾ കൈകാര്യം ചെയ്തിരുന്നത് എങ്ങനെയാണെന്നറിയോ? അവരുടെ തലയിലേക്ക് ഇരുമ്പിന്റെ ചീർപ്പ് വയ്ക്കും. തലയിലേക്ക് ഇരുമ്പിന്റെ ചീർപ്പ് വെച്ചിട്ട് ആ ചീർപ്പ് ഉപയോഗിച്ചുകൊണ്ട് തല ചീകാൻ തുടങ്ങും. ചീകുമ്പോൾ എല്ലിൽ നിന്നും മാംസം വേർപെടുമായിരുന്നു. എന്നിട്ട് പോലും നിങ്ങളുടെ മുൻഗാമികൾ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിയില്ല. അവർ ആ വിശ്വാസത്തിൽ തന്നെ രക്തസാക്ഷ്യം വരിച്ചു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സഹാബാക്കൾക്ക് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, ഇതാണ് നിങ്ങളുടെ മുൻഗാമികൾ നേരിട്ട പരീക്ഷണം. ഈ പരീക്ഷണം നിങ്ങളുടെ മുമ്പിലിരിക്കെ നിങ്ങൾ അള്ളാഹുവിനോട് ഞങ്ങൾക്ക് സഹായം കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു പരാതിയുമായിട്ട് നിങ്ങൾ വരികയാണോ? അതുകൊണ്ട് സത്യവിശ്വാസം സ്വീകരിച്ച ആളുകളെ എക്കാലവും അവർ പരീക്ഷിക്കപ്പെടും. ഈ പരീക്ഷണം ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങളിൽ ആരാണ് നല്ലവൻ, ആരാണ് കപടൻ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. നിങ്ങളിൽ ആരാണ് നല്ലവൻ, ആരാണ് കപടൻ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി അവസാനം അല്ലാഹു തആല നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തയ്യാറാക്കുകയും ചെയ്യും. ഈ പരീക്ഷണങ്ങളിലൂടെ നിങ്ങൾ സ്ഫുടീകരിക്കപ്പെട്ടതിന് ശേഷം ഏറ്റവും നല്ല വിശുദ്ധമായ വിശ്വാസത്തിന്റെ ആളുകളായി നിങ്ങൾ മാറിയതിനു ശേഷം അല്ലാഹു തആല നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തയ്യാറാക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അഭിമുഖീകരിക്കുന്ന പരീക്ഷണങ്ങളുടെ പിന്നിൽ അല്ലാഹു തആല ഖൈർ വെച്ചിട്ടുണ്ട്. ആ ഖൈർ എന്താണ്? പാപങ്ങൾ പൊറുക്കലാണ്. ആ ഖൈർ അവർക്ക് സ്വർഗം നേടിയെടുക്കാനുള്ള അവകാശികളാക്കി അള്ളാഹു അവരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പരീക്ഷണങ്ങളിലും അടിയുറച്ചു നിൽക്കാനും ക്ഷമയോടുകൂടി ദീനിന്റെ മാർഗത്തിൽ ജീവിച്ച് ആ മാർഗത്തിൽ തന്നെ രക്തസാക്ഷിയാവാനുമുള്ള തൗഫീഖ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ വ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.